കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിക്ക് ഇന്ന് 87ാം ജന്മദിനം. കുറച്ച് സമയം ഗോപിയാച്ചാൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ? അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ വല്ലാതെ അദ്ദേഹത്തിന് തളർത്തിക്കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ആ വിവാദം. ഈ പിറന്നാൾ ദിനത്തിൽ 24നോട് മനസ്സ് തുറക്കുകയാണ് ഗോപിയാച്ചാന് കരുത്തുറ്റ ജന്മദിന ആശംസ 24ൽ നിന്ന്. നാട്യകേരളത്തിൻ്റെ പേരും പെരുമയും ലോകഭൂപടത്തിൽ ആഴത്തിൽ പതിപ്പിച്ച ഗോപിയാശാൻ കഥകളിയരങ്ങിൽ തനത് ശൈലി രൂപപ്പെടുത്തിയ അപൂർവ പ്രതിഭ. 87ൻ്റെ സൂര്യോദയത്തിലും മുഖത്ത് വിരിയുന്നത് ആരാധകരെ അതിശയിപ്പിച്ച ഭാവങ്ങളാണ്. വടക്കേ മനാലത്ത് ഗോവിന്ദൻ എന്ന ഗോപിയുടെ തുടക്കം ഓട്ടംതുള്ളലിലൂടെയായിരുന്നു. പ്രമുഖ കഥകളി കലാകാരനായ തെക്കിൻകാട്ടിൽ രാവുണ്ണി നായരുടെ നിർദ്ദേശപ്രകാരം പിന്നീട് കഥകളിയിലേക്ക് നളനും കർണനും അർജുനനും ഭീമനുമൊക്കെ ഗോപിയാശാനിലൂടെ പുനർജനിച്ചു. പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാരുടെ കൂടെ വേഷം കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആ സ്നേഹം സമ്പാദിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെ വേഷം കെട്ടാനും അവരുടെയൊക്കെ ഉപദേശം എന്നെ നന്നാക്കി കൊണ്ടുപോകാൻ വേണ്ട ഉപദേശവും സ്നേഹവും ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കൃതാർത്ഥത ഉണ്ടല്ലോ, അത് വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ പേരാമംഗലത്തെ വീടിന്റെ പടികേറിയപ്പോൾ ഗോപിയാശാന ഉറച്ച നിലപാടുണ്ടായിരുന്നു. എങ്കിലും ചിലതൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചു. ഞാൻ രാഷ്ട്രീയമായിട്ട് സ്വതവേ ബന്ധമില്ലാത്ത ആളാണ്. എന്നാൽ മിക്ക രാഷ്ട്രീയക്കാരായിട്ടും അങ്ങേറ്റം അടുപ്പമുള്ള ആളുകളാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, മനുഷ്യത്വത്തിൻ്റെ പേരിലുള്ള അടുപ്പാണ്. അത് കാരണം കൊണ്ട് ഞാനും രാഷ്ട്രീയക്കാരനായിട്ട് മാറി എന്നുള്ള നിലയ്ക്ക് ഉള്ള സങ്കല്പത്തോട് കൂടിയിട്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു പരസ്യം എന്നേ പറയാൻ പറ്റുമോ. അതിന് പരസ്യമായിട്ട് പറയത്തക്കവണ്ണം പറയാൻ അവർക്ക് തോന്നിച്ചത്, ആർക്കായാലും അത് തോന്നിച്ചത് മനസ്സിന് വല്ലാതെ വിഷമുണ്ടാക്കി, സങ്കടം തോന്നി. ആരോഗ്യം അനുവദിക്കാത്തതിനാൽ ഇനി വേദിയിലെത്താനാവില്ല. ഏക വിഷമം അതുതന്നെ. അത് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കൂടുതലും അത് വിഷമമുണ്ടാകും. അത് വെച്ചാൽ നമ്മുടെ ആലോചന മുഴുവൻ അങ്ങനെയാണ് പോണത്. ഇനി എന്ത് സാധിക്കുമോ എന്നുള്ളത് സാധിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാലും ഒരു ദുർമോഹമോ അങ്ങനത്തെ ചില ചിന്തകൾ മനസ്സിൽ കിടന്ന് കളിക്കുക, അത്രയേ ഉള്ളൂ. 80കളുടെ യൗവനത്തിൽ വേഷങ്ങളുടെ പൂർണ്ണതയ്ക്കായുള്ള ഗോപിയാശാന്റെ പ്രയാണം തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. കലാമണ്ഡലം ഗോപിയാശാന് ഹൃദയത്തിൽ നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. ഒരുപാട് കാലം ആയുരാരോഗ്യത്തോടെ അദ്ദേഹത്തിന് ഈ മണ്ണിൽ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ സർഗ്ഗബോധം നാട്ടുകാരിലേക്ക് പകരാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.